അൽഹംദുലില്ലാഹി വഹ്ദ സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിന് ഭർത്താവും ഭാര്യ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് മലയാള ഭാഷയിൽ നിന്ന് കടമെടുത്ത വാക്കാണ്. അതല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത് ഭരണം ഏൽപ്പിക്കപ്പെടേണ്ട ഒരു സ്ത്രീയല്ല എന്ന് പറഞ്ഞാൽ തസല്ലുത്ത് ഉണ്ടാകാൻ പാടില്ല. റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറഞ്ഞാൽ കാര്യകർത്തൃത്വമൊക്കെ പുരുഷൻ്റെ കടമയാണ്. അതിൻ്റെ അർത്ഥം ഭാര്യയെ ഭരിക്കുക എന്നല്ല, എല്ലാ രൂപത്തിലും ഭരിക്കുക എന്നുള്ളതല്ല. അവൾക്ക് അവളേതായ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകൾ, പരസ്പരം ഉള്ള കടമകൾ, അതുപോലെ തന്നെ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമകൾ അഥവാ ഭാര്യയുടെ അവകാശങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയത്. ഇതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ചില കടമകളുണ്ട്. പല കുടുംബ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം പലപ്പോഴും ഈ കടമകളൊന്നും ഒരു സ്ത്രീ നിർവഹിക്കാതെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കാം, മിൻ ഹഖ്ഖി സൗജി അലാ സൗജതിഹി അൻ തുതീഅഹു ഫി ഗൈരി മഅസിയത്തിൻ. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയിൽപ്പെട്ടതാണെന്ത്? ഭാര്യ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. മഅസിയത്തല്ലാത്ത എല്ലാ വിഷയങ്ങളിലും, ഹറാമ് അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, ഹറാമുകൾ ചെയ്യുന്ന വിഷയത്തിൽ, ഇങ്ങനെയുള്ള വിഷയത്തിൽ ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങളിൽ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിച്ചു ഇറങ്ങി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ആളുകൾ, അവരിലൊക്കെ ബാധിച്ച ഒരു വിഷയമാണ് ഫെമിനിസ്റ്റ് ചിന്താഗതികൾ. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ സ്ത്രീ അബലയല്ല, അവൾ അശക്തയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രയോഗങ്ങളും അല്ലെങ്കിൽ പല സിദ്ധാന്തങ്ങളും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വഭാവത്തിൽ അത് കാണുന്നു. അതുകൊണ്ട് തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചോളം അവൾക്ക് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തുന്നു. ചില സ്ത്രീകളെ സംബന്ധിച്ചോളം ജോലി ആയതിനു ശേഷം ഒരു കല്യാണം എന്നുള്ള ചിന്താഗതി വരുന്നു. ഇങ്ങനെ പല രൂപത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആപത്താണ്, വലിയൊരു വിപത്താണ്. നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് തള്ളിക്കളയുന്ന വിഷയങ്ങളാണെങ്കിലും പല മാതാപിതാക്കളും അതിൻ്റെ പേരിൽ എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ചെറുപ്പത്തിലെ ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകി വളർത്തേണ്ട നമ്മുടെ പെൺമക്കളെ പല രീതിയിൽ ഇത്തരം രൂപത്തിലൊക്കെ പറഞ്ഞയച്ചപ്പോൾ ഉണ്ടായ ഭവിഷ്യത്ത്, ആ ഭവിഷ്യത്ത് ഇപ്പോഴും എത്രയോ മാതാപിതാക്കൾ സങ്കടത്തോടു കൂടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പറഞ്ഞു വരുന്നത്, ഇത്തരം വിഷയങ്ങളുടെ പേരിലൊക്കെ ഞാൻ ഭർത്താവിനെ അനുസരിക്കേണ്ടവളല്ല, എനിക്കൊരു സ്ത്രീത്വമുണ്ട്, അത് ഞാൻ നിലനിർത്തി കൊണ്ടുപോകണം, എന്നാലേ ഞാൻ ഭാര്യയാകൂ എന്ന് ചിന്തിക്കുന്ന ആളുകളും കൂട്ടത്തിലുണ്ടാവാം. പറഞ്ഞു വരുന്നത്, അവർക്ക് ഒന്നാമതായിട്ടുള്ള കടമ എന്നുള്ളത് ഭർത്താവിനോടുള്ള കടമ, അവർ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ അനുസരണം എന്ന് പറയുമ്പോൾ ഭർത്താവ് ചൂഷണം ചെയ്യേണ്ടതല്ല, മറിച്ച് എല്ലാ രീതിയിലും അവളോട് വളരെ സൗമ്യമായി പെരുമാറുവാനും, അവളോടൊരു ആജ്ഞാരൂപത്തിലല്ലാത്ത, പലപ്പോഴും ഒരു ഉടമ അടിമയോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒരു ആജ്ഞാപനം ഉണ്ടായാൽ സഹോദരങ്ങളെ, ഒരു സ്ത്രീയും നമ്മെ അനുസരിക്കില്ല. നമ്മൾ മനസ്സിലാക്കരുത്, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഈ പൗരുഷം എന്നുള്ളത് അവരുടെ മേൽ തീർക്കാനുള്ളതല്ല. നമ്മളെ അധികാരം, നമുക്ക് ചിലപ്പോൾ പള്ളിയിൽ അധികാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ അധികാരം ഉണ്ടാവില്ല. അപ്പോൾ ആ അധികാരം തീർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരോട്
പല രീതിയിലുള്ള ആജ്ഞാപ സ്വരത്തിലും നമ്മൾ സംസാരിക്കും. ഇങ്ങനെ ആവരുത് നമ്മൾ. മറിച്ച് നമ്മൾ സൗമ്യമായി, അമ്ര തന്നെയാണ്, കൽപ്പന തന്നെയാണ്, പക്ഷെ എന്താണ്, അത് സൗമ്യമായി നല്ല ഹിക്മത്തോടു കൂടി പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അത് കൽപ്പനയാണ്, എൻ്റെ ഭർത്താവ് എന്നോട് കൽപ്പിച്ചതാണ്, ഞാൻ കടമപ്പെട്ടവളാണ് എന്നുള്ള ചിന്തയോടുകൂടി അവൾ അത് ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണാം, അർ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മേൽ എന്താണ്, റിജാലു ഖവ്വാമൂന അലൻ-നിസാ, പുരുഷന്മാർ എന്താണ്, സ്ത്രീകളുടെ മേൽ അധികാര അവസ്ഥയുള്ള നിയന്ത്രണാധികാരമുള്ള ആളുകളാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്തല്ല, തസല്ലുത്തല്ല എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അടച്ച് ആജ്ഞാപിക്കുന്ന ഒരവസ്ഥ, പിന്നെ അങ്ങനെ ഒരു അവസ്ഥയല്ല യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാവേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ശരി, പിന്നെ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയൊരു വിഷയം കൂടിയാണത്. കഴിഞ്ഞ വിഷയവുമായി സംസാരിക്കുമ്പോൾ വിട്ടുപോയൊരു വിഷയമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾക്കിടയിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഉപയോഗമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം അത് വളരെയധികം വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും സമയം കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വാട്സപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ. പണ്ടൊക്കെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയാൻ എന്തായിരിക്കും, അത് പിന്നാമ്പുറത്ത് എല്ലാ അയൽവാസികളും കൂട്ടും, എന്നിട്ട് അവിടെ എന്താണ്, സൊറ പറഞ്ഞിരിക്കലാണ്. ഇപ്പോൾ ആ കാലഘട്ടമെല്ലാം മാറി. ഇപ്പോൾ കാലഘട്ടം എന്നുള്ളത് വാട്സപ്പാണ്. എന്താണ്, മൊത്തത്തിൽ എന്താണ്, വാട്സപ്പിലുള്ള ചാറ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങളിലും എന്താണ് ഏർപ്പെട്ട് സമയം കളയുന്നല്ല. സോ ഇത് 2 കൂട്ടരിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് പല അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ അമിതമായി സമയം ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കേണ്ട അവകാശം അത് അവർക്കുള്ള സമയമാണ്. അത് നമ്മൾ അതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ സ്ത്രീ നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും എന്ന് പറയുമ്പോൾ അത് സല്ലപിക്കാനുള്ള, സംസാരിക്കാനുള്ള, വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള, ഇന്നത്തെ കുശലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള. സഹോദരൻ ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെ ഒരു വീടിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മറപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ ഭാര്യ, എന്തിനാ കാത്തിരിക്കുന്നത്, എത്തിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടെന്ന് അവൾക്കറിയാം. അങ്ങനെ കാത്തിരിക്കുന്നൊരു ഭാര്യ അങ്ങനെ എത്തി അവിടെ എന്താണ് ഭാര്യയും മക്കളോടും സല്ലപിച്ച് സംസാരിച്ച് അതുപോലെ തന്നെ കുശലങ്ങൾ പറഞ്ഞ് അങ്ങനെ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്. നേരെ കയറി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിലേക്ക് ഏർപ്പെട്ട അവസാനം എന്താണ്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ. അതിനിടയിൽ പല രൂപത്തിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഭാര്യയുടെ വിഷയത്തിൽ അവൾ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ കുടുംബത്തിന് വിള്ളലുണ്ടാക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. അത് ഭർത്താവിൻ്റെ ഭാഗത്തുമുണ്ട്. ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്നൊരു വിഷയമാണ്, പല ഇസ്ലാമികമായ ദഅവത്തിനും മുൻകൈ എടുക്കുമ്പോൾ കുടുംബജീവിതത്തിനെ ബാധിക്കുന്നൊരു വിഷയത്തിലേക്ക് അത് തള്ളിവിടരുത്. ഭർത്താവിനും മക്കൾക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തതിന് ശേഷം എത്ര വലിയ ദഅവത്തും, സ്ത്രീകളുടെ ദഅവത്താണെങ്കിലും, അത് ദർസ് എടുക്കുന്ന വിഷയമാണെങ്കിലും, അതല്ലെങ്കിൽ ദർസ് പ്രചരിപ്പിക്കുന്ന വിഷയമാണെങ്കിലും, വാട്സപ്പിൽ കൂടി മറ്റ് നസീഹത്തുകളും ദർസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന വിഷയമാണെങ്കിലും, ഇതൊക്കെ ഭർത്താവിനെ പരിഗണിച്ചിട്ടായിരിക്കണം എല്ലാ വിഷയങ്ങളും ചെയ്യുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്ക് അവളുടെ ഭർത്താവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദഅവത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ദർസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദർസ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയകളിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ ഒരു സമയം, ഭർത്താവില്ലാത്ത സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് കൊടുക്കേണ്ട ആ അവകാശങ്ങളും സമയവും നമ്മൾ അതിലെന്ത് ചെയ്യണം, ഏർപ്പെടണം. ഭർത്താവിൻ്റെ ഒരു കാര്യങ്ങളിലും ഒരു കുറവ് വരുത്തുന്നൊരവസ്ഥ ഇത് കാരണമായിട്ടുണ്ടാവരുത് എന്നുള്ളതാണ്. അതുകൊണ്ട്
അഖവാത്തിനോടും സൂചിപ്പിക്കാനുള്ളതും ഇഖ്വാനോടും സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വിഷയമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി കാര്യങ്ങൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ ഒരു വിഷയത്തിൽപ്പെട്ടതാണ് ഈ വിഷയം. അതായത് അഹമ്മായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും, പക്ഷെ എന്താണ് അത് ചിലപ്പോൾ കുടുംബത്തിന് ഫെഷകുകൾ ഉണ്ടാകാനുള്ള കാരണമായത് മാറും എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള ഹക്ക് കൊടുക്കുക, മനസ്സിലായോ? അപ്പം ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള ഹക്ക് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രയാസവും അതിൻ്റെ പേരിലുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ശരി, അപ്പം ഈ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം റിജാലു ഖവ്വാമൂന അല നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ള ആളുകളാണെന്ന് പറയാനുള്ള കാരണം. ഒന്നെന്താണ്, അത് ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ പദവിയും ഖുവ്വത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് ആ പുരുഷന്മാർ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾക്ക് ഇന്നിൻ്റെ സമൂഹത്തിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരു ജോലി ആയതിനു ശേഷം മതി കല്യാണം എന്നുള്ളതാണ്. അപ്പം ആ ജോലി ആയതിനു ശേഷം ഒരു കല്യാണം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടാകണം, ഭർത്താവിൻ്റെ മുന്നിൽ കെഞ്ചുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ മുസ്ലിം ആധുനിക സ്ത്രീകളൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല. അവരുടെ ഹിജാബ് ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇഖ്തിലാത്തില്ലാതെയും ഇല്ലൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല, ഇസ്ലാം എന്താണ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കുടുംബത്തിന് ചെലവ് കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് ചെലവ് ചോദിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു കുറവുള്ള കാര്യമല്ല എന്ന് അത്തരം സ്ത്രീകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ശരി, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. മൂന്ന് ഗുണങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയാണ്. ഒന്നാമത്തെ സ്വാലിഹത്താണെന്നുള്ളതാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഏറ്റവും ഒരു മുഅ്മിൻ്റെ ഏറ്റവും സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്, സ്വാലിഹത്തായ ഒരു സ്ത്രീയെ അവൾക്ക് കിട്ടുക എന്നുള്ളത്. ആ പുരുഷന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് സ്വാലിഹത്തായ ഒരു ഭാര്യയെ നമുക്ക് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വാലിഹത്തായ ഭാര്യയാണ് നമുക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അത് മനസ്സിലാക്കി ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പം മുഅ്മിനീങ്ങളുടെ സ്ത്രീകളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വാലിഹാത്തുൻ ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിഷയം നമ്മൾ ഗൗരവത്തോടുകൂടി തന്നെ മനസ്സിലാക്കുക. അതിൽ ഖാനിതാത്ത് എന്ന് പറഞ്ഞാൽ തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും, അസറിൽ കാണാൻ സാധിക്കും. അവിടെ തായിയാത്ത്, അനുസരണയുള്ളവൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ആ സ്ത്രീ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും, സമ്പത്തും അതുപോലെ തന്നെ തൻ്റെ സമ്പത്തും ശരീരവുമൊക്കെ സംരക്ഷിക്കുന്ന അഫീഫായിട്ടുള്ള സ്ത്രീ, ഇഫത്തുള്ള സ്ത്രീകൾ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ പരിശുദ്ധ ഖുർആൻ്റെ ബാക്കി ആയത്തിൽ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എങ്ങനെയൊക്കെയാണ് ശരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള സ്ത്രീകൾ, ഭർത്താവിനനുസരിക്കുന്ന സ്ത്രീ അവൾക്ക് സ്വർഗമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, 5 വക്ത് നിസ്കരിക്കുന്ന സ്ത്രീ, വസാമത് ഷഹറഹ, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന, അവളുടെ ശരീരങ്ങൾ കാത്തു സൂക്ഷിച്ച, അവളുടെ ഇഫ്ഫത്ത് കാത്തു സൂക്ഷിച്ച അത്തരം സ്ത്രീകൾ, വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ച സ്ത്രീ, ഖീല ലഹാ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅത, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവൾ സ്വർഗത്തിലാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. അയ്യുമ ഇംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തുൽ ജന്ന. ഈ ഹദീസിനെ കുറിച്ച് ചർച്ചയുണ്ട്, ദഈഫാണോ അല്ലേ എന്നുള്ളതിൽ ചർച്ചയുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അയ്യുമ ഇംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തിയായിക്കൊണ്ട് മരണപ്പെട്ട സ്ത്രീ അവൾ എന്ത് ചെയ്യും, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഭർത്താവിൻ്റെ തൃപ്തി എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ദീനില്ലാത്ത ആളുകൾ പോലും പലപ്പോഴും പറയാറുള്ള കാര്യം
എൻ്റെ ഭർത്താവിന് അത് തൃപ്തിയില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നതാണ്. സഹോദരങ്ങൾ, അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ നമുക്ക് എന്താണ് മാനസിക പ്രയാസം നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളുണ്ട്, അതിൻ്റെ സിഹത്തിനെ കുറിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരം വിഷയങ്ങൾ നമ്മൾ കാണാം. അവിടെ ഭർത്താവിനെ അനുസരണക്കേട് കാണിക്കുന്ന, അതുപോലെ തന്നെ ഒരു ഭാര്യയായി മാറാൻ ഒരു സ്ത്രീയും തുനിയരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഷയം കൂടി നമുക്ക് പറഞ്ഞിട്ട് ഹദീസും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ വിഷയം. ആ ഒരു വിഷയം അവസാനം സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അയ്യ നിസാഇ ഖൈർ, ഏറ്റവും നല്ല സ്ത്രീ അല്ലെങ്കിൽ ഏത് സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന് ചോദിച്ചപ്പോൾ അല്ലതി തസറുഹു ഇദാ നളറ, അവളിലേക്ക് നോക്കിയാൽ സന്തോഷം നൽകുന്ന, അതുപോലെ തന്നെ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന, മനസ്സിലല്ലേ, അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാം. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീ എന്നുള്ളത് പുരുഷനെ അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പുരുഷന്മാർ അവരെ ഏൽപ്പിക്കരുത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, എപ്പോഴും നമുക്ക് മനസ്സിലെന്തായുള്ളൂ, ഈ ഹദീസ് നമ്മളെ മനസ്സിലുണ്ടാവും, എന്താണ്, സ്ത്രീ എപ്പോഴും അനുസരിക്കേണ്ടവളാണ്. അതുകൊണ്ട് എന്താണ്, അവൾക്ക് താങ്ങുന്നതിനപ്പുറം ഉള്ള സാങ്കേതികത നമ്മളിത് കൊടുക്കരുത്. പ്രത്യേകിച്ച് ചിലപ്പം ചെറിയ കുഞ്ഞൊക്കെയുള്ള, ചെറിയ പ്രസവിച്ച പാടുള്ള കുട്ടിയൊക്കെയുള്ള അങ്ങനെയുള്ള സ്ത്രീ, അങ്ങനെ കുട്ടികളുള്ള വീടുകളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ത്രീകളായിരിക്കും. അപ്പം അങ്ങനെ സ്ത്രീകളോട് അവൾക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യരുത്, അവളെ അനുസരിപ്പിക്കുന്ന, അവളുടെ കൽപ്പിക്കുന്നൊരവസ്ഥ ഭർത്താക്കന്മാരുണ്ട്. എല്ലാം ഒരു കരുണ നമ്മൾ കാണിക്കാൻ, എല്ലാം ഒരു അനുകമ്പ കാണിക്കാൻ, ഒരു സൗമ്യമായി പെരുമാറാൻ, കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടെ തന്നെ കാണാം. അതല്ലാത്ത പ്രയാസങ്ങളില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇനി പ്രയാസങ്ങളുണ്ടെങ്കിലോ ഭർത്താവിനോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പ്രതികരിക്കുക. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. പലപ്പോഴും എന്താണ്, അവൾക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഭർത്താവ് കൽപ്പിച്ചതെങ്കിൽ പോലും അതിനെ റെസ്പോണ്ട് ചെയ്യാൻ, അതിനെന്താണ് പ്രതികരിക്കാൻ എങ്ങനെയായിരിക്കും, പരുഷ സ്വഭാവത്തിലായിരിക്കും. സ്ത്രീയുടെ ആ ഗർജനം ചിലപ്പോൾ അവിടെയായിരിക്കും കാണാൻ, മനസ്സിലായല്ലേ. അവളെന്ത് ചെയ്യും, പല രീതിയിൽ അതിനെന്ത് ചെയ്യും, ചിലപ്പോൾ പ്രതികരിക്കും. അങ്ങനെയല്ല പ്രതികരിക്കുന്നുണ്ട്, സ്നേഹത്തോടു കൂടി പറയാം ഭർത്താവിനോട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് മറ്റൊരു സന്ദർഭത്തിലായിക്കൂടെ, അതല്ലെങ്കിൽ വേറെ ഈ വിഷയം എനിക്കിപ്പം സാധിക്കില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, തൽക്കാലം അതിനൊരു ഒഴിവ് നൽകണം എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് താനെ എന്ത് ചെയ്യും, ആ മാനസികാവസ്ഥയിൽ ആ ഭർത്താവിന് കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി ഇത്തരം നല്ല പ്രതികരണത്തിലുണ്ടാകുന്നുള്ളതാണ്. അത് ഭാര്യമാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രതികരിക്കുമ്പോഴും എന്ത് ചെയ്യണം, സൗമ്യമായി പ്രതികരിക്കാൻ അവൾക്ക് സാധിക്കണം. ഏത് വിഷയത്തിനും അവൾക്ക് പറ്റാത്ത ഏത് വിഷയങ്ങളുണ്ടാകട്ടെ, ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയമാകട്ടെ, അല്ലാത്തതാകട്ടെ, ഒക്കെ എന്താണ് ആ രീതിയിൽ പരിഹരിക്കാൻ. സഹോദരങ്ങളെ, ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. മറിച്ച് പല സാഹചര്യങ്ങളായിരിക്കും, അവർ കടന്നു വരുന്ന സാഹചര്യങ്ങളായിരിക്കും, അവർ വീട്ടിലേക്ക് പല ജോലി പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും കടങ്ങളും, ഇതൊന്നും സ്ത്രീകളെ മനസ്സിലാക്കാത്തൊരു വിഷയങ്ങളാണ് പലപ്പോഴും. അതുകൊണ്ട് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്, നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വില പോലും സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്തിനാ, അമിത ചെലവ് വരാതിരിക്കാൻ. ഭർത്താവ് ഇത്രയും പ്രയാസപ്പെട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്, അത് ഏറ്റവും സുരക്ഷിതമായി കൊണ്ട് ഞാനത് ചെലവഴിക്കണം, അനാവശ്യമായ ദൂർത്ത് ഞാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അധ്വാനം അതോടുകൂടിയ സ്ത്രീ മനസ്സിലാക്കുകയാണ്, അല്ലേ. അതുകൊണ്ട് ആ സ്ത്രീ ആകെ എന്താണ്, ആ ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്യാൻ തുനിഞ്ഞു പോകുന്നതാണ്. മാനസികമായി അവൾക്ക് എല്ലാവിധ തയ്യാറെടുപ്പും ഉണ്ടാകും. എൻ്റെ ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ ആ സ്ത്രീക്ക് സാധിക്കും. എപ്പോൾ ഭർത്താവും എന്ത് ചെയ്യണം, അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അവളെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. പല കടങ്ങളും ഇതേപോലെ പല അധ്വാനങ്ങൾക്കും ശേഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ വീട്ടിൽ നിന്ന് അല്പം ജോലി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ഷീണിതരാകുന്നില്ലേ? രാവിലെ ഇറങ്ങി രാത്രി തിരിച്ച് ഭർത്താവ് എത്തുമ്പോൾ അവരെത്രമാത്രം ക്ഷീണിതരായിരിക്കും. അങ്ങനെ ആ ഒരു സഹതാപത്തോടു കൂടി എൻ്റെ ഭർത്താവ് എന്നിലേക്ക് കടന്നു വരുമ്പോൾ
ആ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ആ ഭർത്താവിന് സഹകരിക്കാൻ, അതുപോലെ തന്നെ ഭക്ഷണമുണ്ടാക്കിയും മറ്റുമൊക്കെ ആ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പല കടങ്ങളും പല പ്രഷറുകളും പല 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 രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളിലുമായിട്ടായിരിക്കും ഭർത്താവ് കടന്നു വരിക. അതുകൊണ്ട് ഭർത്താവിൻ്റെ മാനസികാവസ്ഥ ഏതെങ്കിലും രൂപത്തിൽ ഭർത്താവ് ഭാര്യയെ ശാസിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ശാസിച്ചത് ചിലപ്പോൾ ഒരു ഹുസ്നുൽ തന്നെ ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാണ്, ഭാര്യമാർക്കുണ്ടാണ്, സ്ത്രീകൾക്കുണ്ടാണ്. എന്ത് ഹുസ്നുൽ തന്നെ, എൻ്റെ ഭർത്താവിൻ്റെ മാനസികാവസ്ഥയായിരിക്കാം ആ ഭർത്താവിന് എന്നോട് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടേണ്ടി വന്നത് ഇന്നത് കൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മനസ്സിലാ, പലപ്പോഴും ഹുസ്നുൽ, പ്രത്യേകിച്ച് നല്ല സൽസ്വഭാവിയായിട്ടുള്ള നല്ല സ്വാലിഹായിട്ടുള്ള ഭർത്താവായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കും, മുൻദേഷ്യമുള്ള സ്വഭാവക്കാരനായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ പരിഹരിക്കാം? എനിക്ക് പരിഹരിക്കാനുണ്ട്. എങ്ങനെ പരിഹരിക്കാം? ആ ഭർത്താവിനോട് പറയാം എന്താണ് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മുൻദേഷ്യം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള ആ മാനസിക വിള്ളലുകൾ, മനസ്സിനുണ്ടാകുന്ന ആ പ്രയാസങ്ങൾ ഇത്രമാത്രം ഞാൻ സഹിക്കുന്നുണ്ട് എന്ന് ഭർത്താവ് ഭാര്യയും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ആ ഒരു ഹുസ്നുൽ തന്നെ, എല്ലാറ്റിനും ഒരു ഹുസ്നുൽ തന്നെ വെക്കാനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, ലാ യഫ്റുഖു മുഅ്മിനു മുഅ്മിനത്തൻ, എന്താണ് ഒരു മുഅ്മിനായ സത്യവിശ്വാസിയും അവർ ഭർത്താവിനെ വിഷയത്തിൽ എന്ത് ചെയ്യരുത്, അത് വെറുക്കരുത്. ചിലപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഖൈറായിരിക്കും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസും കൂടി ആ വിഷയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരികയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ശരി, അപ്പം ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കാണാം. അടുത്തത് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ എന്താണ് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ്. മനസ്സിലായില്ലേ? അത് എത്ര കുടുംബത്തിൽ ആരായാലും ശരി, ആ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്നുള്ളൊരു ഖാദിമാണ് എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായില്ലേ? അത് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾപ്പെട്ടതാണ്. ഭർത്താവ് ജോലി ചെയ്ത് സമ്പാദിക്കുക, ഭാര്യ വീട്ടിലുള്ള ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് എന്താണ് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. മനസ്സിലല്ലേ? ചിലവ് കൊടുക്കേണ്ടത് ഭർത്താവാണെങ്കിലും കുട്ടികളെ പരിപാലിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഭാര്യയുടെ പണിയാണ്, ജോലിയാണ് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും എന്താണ്, ഖിദ്മത്ത് ചെയ്യാനുള്ളൊരു മനസ്സ് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. ശരി, നമ്മളെ വിഷയത്തിലേക്ക് അതുപോലെ തന്നെ ഇഫ്ഫത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇഫ്ഫത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭർത്താവിന് ഇഫ്ഫത്ത് ഉണ്ടാക്കി കൊടുക്കണം. ഭർത്താവ് ഒരു ഹറാമിലേക്ക് പോകുന്നൊരവസ്ഥ ഭാര്യ കാരണമായിട്ട് ഉണ്ടാക്കരുത്. പലപ്പോഴും പല ചിന്തകളും പല പ്രശ്നങ്ങളും കടന്നു വരാറുള്ളത് ബഹുഭാര്യത്വമാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 കല്യാണം കഴിക്കാന്നുള്ള ഒരു ചിന്താഗതി ഭർത്താവിന് ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ആ ഹക്ക് ഇഫ്ഫത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഭർത്താവിന് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ആ ഭർത്താവ് വിചാരിക്കും എൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടി രണ്ടാമതും കല്യാണം കഴിക്കാം എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അപ്പോൾ അതിനുള്ള വകുപ്പ് സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് എല്ലാ രൂപത്തിലും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ദഅ അർ-റജുലു സൗജതഹു ലിഹാജതിഹി ഫൽതഅതിഹി വഇൻ കാനത് അല തനൂർ. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തിർമിദിയിൽ വന്ന ഹദീസ് എന്താണ്, അതായത് ഭാര്യ ഹദീസിൻ്റെ സിഹത്തൊന്ന് പരിശോധിച്ച് നോക്കണം. എന്തായിരുന്നാലും ഈ ഒരു വിഷയം ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യ അതിന് ഉത്തരം നൽകേണ്ടവളാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ അർത്ഥം എല്ലാ സമയത്തും ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യയെ പരിഗണിക്കണം, ഭാര്യയുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്നുള്ള രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ അവരെ
ആ രീതിയിൽ അതിനെ സമീപിക്കണം എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് കല്യാണം നിക്കാഹ് കൊണ്ട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അത് ജിമാ ആണ്. അത് ആ ഭർത്താവും ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കൊടുക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇനി 2 കല്യാണം കഴിച്ചതിനാലും നമ്മളെന്താണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു ഗീറത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ എന്താണ് അവിടെ എന്താണ് സഹിക്കാൻ ഉള്ളൊരവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയത്തിൽ. പലപ്പോഴും സ്ത്രീകൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വിഷയമാണ് രണ്ടാമതൊരു കല്യാണം എന്നുള്ളത്. എങ്കിൽ ആ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ പുരുഷന് വേണ്ടത് എന്താണോ അതൊരു ഒന്നാമത്തെ ഭാര്യയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് മസ്ലഹത്തില്ലെങ്കിൽ ചിന്തിക്കൂല എന്നുള്ളതാണ്. അത് എന്താ ചെയ്യുക, സ്ത്രീകൾ ചിന്തിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളും അതുപോലെ തന്നെ നല്ല അണിഞ്ഞൊരുങ്ങുക, പുരുഷന്മാരുടെ മുന്നിൽ അത് ഭർത്താവിൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളതാണ്. അതുപോലെ ഉള്ള വിഷയമാണ്. പിന്നെ ഇസ്ലാമിൽ ഇത്തരം എന്തെങ്കിലും ഈ അനുസരണക്കേട് കാണിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇസ്ലാമിൽ കുറേ ചികിത്സകളുണ്ട്. ആ ചികിത്സ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാമിൽ പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞതാണ് എന്നുള്ള രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഭർത്താവ് എന്നോട് പിണങ്ങി എന്ന് പറയുമ്പോൾ പിണങ്ങാനുള്ള കാരണം ചിലപ്പോൾ ഉണ്ടായിരിക്കും, മനസ്സിലായല്ലേ? അപ്പോൾ എന്തായിരിക്കും, ഭർത്താവ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് അതിനെ ചികിത്സിക്കേണ്ടത്. ഒറ്റയടിക്ക് എന്താണ് ഒന്ന് പറഞ്ഞ് 2 തല്ലുന്നൊരവസ്ഥ, തല്ലണം എന്നല്ല പറഞ്ഞത്, മറിച്ച് അത് ആ ഭർത്താവ് എന്നെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്ന രൂപത്തിലുള്ള ചെറിയൊരു പ്രഹരം. അതല്ലാതെ എന്നല്ല ഏതെങ്കിലും രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു തല്ലല്ല യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ആ ഇത്തരം അനുസരണക്കേട് കാണിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ, ഈ നുഷൂസ് ഉണ്ടാകുകയാണെങ്കിൽ എന്താണ്, മനസ്സിലായല്ലേ? അതായത് ധിക്കാരം, എന്താണ് സൗജിനോട് ധിക്കാരം, അനുസരണക്കേട് കാണിക്കുക, അതുപോലെ തന്നെ പിന്നെ കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കുക, മനസ്സിലായല്ലേ? കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ട രൂപത്തെക്കുറിച്ച്, ഘട്ടങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ ഫഅദൂഹുന്ന, വഅള് പറയണം, ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. ഉപദേശിച്ചു നന്നായിട്ടില്ലെങ്കിലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണ്ടു. അവരുടെ കിടപ്പറ മാറിക്കിടക്കുന്നൊരവസ്ഥ, ആ മാറിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. എന്നിട്ടും ഇല്ലെങ്കിലും നന്നാകുന്നില്ലെങ്കിലും എന്ത് ചെയ്യണ്ടോ, തല്ലണ്ടോ, മനസ്സിലായില്ലേ? ഇന്നത്തെ പുരുഷ സമൂഹത്തിന് പറ്റുന്ന പ്രശ്നം എപ്പോഴും ഒരു വീട്ടിൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നം, ഇങ്ങനെ അമിതമായ ദേഷ്യം വന്ന് ആ ദേഷ്യം ഭാര്യയിലേക്ക് തീർക്കുന്നൊരവസ്ഥ. അത് തല്ലുകൊണ്ടാണെങ്കിലും അത് നാവ് കൊണ്ട് ചീത്ത പറഞ്ഞാണെങ്കിലും മോശവാക്കുകൾ പറഞ്ഞാണെങ്കിലും ശുദ്ധത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ തല്ലൊന്നുമില്ല, ആ തല്ലിനേക്കാളും മൂർച്ചയുള്ള അല്ലെങ്കിൽ അത് കൊണ്ടാൽ എന്താണ് ആ മർമ്മത്ത് കൊള്ളുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന വാക്കുകളായിരിക്കും, കനമുള്ള വാക്കുകളായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീക്ക് തട്ടുക, മനസ്സിലല്ലേ? അത് തല്ലിനേക്കാളും പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. എന്നെ ഭർത്താവ് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, എന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ടാണ് ഭർത്താവ് എന്നെ ഉപദേശിക്കുന്നതെങ്കിൽ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഭാര്യയ്ക്ക് പറ്റണം. ഞാൻ എൻ്റെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കാൻ, എന്താണ് എൻ്റെ കുറവ്, എന്തിനാണ് എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, എന്നെ അങ്ങനെ ശാസിച്ചത് എന്തിനാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു മനോഭാവം ഒരു സ്ത്രീ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഭർത്താവിനെ മാത്രം ആ വിഷയത്തിൽ എന്നെ ഏത് രൂപത്തിലും ദേഷ്യപ്പെടുന്നു, ശരി, ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാണെങ്കിൽ എല്ലാ രൂപത്തിലും ഏതൊരു സെക്കൻഡിലും ബാക്കി എല്ലാവരോടും നല്ലത് എന്നെ കണ്ടാൽ മാത്രം എന്താണ് ആ ഒരു അവസ്ഥ എന്നാണെങ്കിൽ അത് ചികിത്സിക്കേണ്ടതാണ്. പക്ഷെ അതല്ലാത്ത ഭർത്താവാണെങ്കിൽ എല്ലാ സ്നേഹവും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ എന്താണോ എൻ്റെ കുറവ് ആ കുറവ് ഞാൻ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, നമ്മൾ ആയത്തിന് വിശദീകരിക്കാനുള്ള സമയമില്ല. ഇനി അവസാനമായി ഒരു ഭാഗം കൂടിയാണ് നമുക്കുള്ളത്. ഇങ്ങനെയുള്ള വിഷയത്തിൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരും എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യണം, ഏറ്റവും
കുടുംബത്തിലുള്ള ഏറ്റവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിക്കുകയും അത് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് അതിലൊരു മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതിനെ മഹാറാത്തുൽ ഹയാത്ത് സൗജിയ എന്നാണ് അതിന് പറയുക. അപ്പം ഈ ഒരു വിഷയം എന്തിനാണ്, അതിലെന്താണ് ഈലാഹു തവഖുആത്ത് ബൈന സൗജൈൻ, മനസ്സിലല്ലേ? ഒന്നെന്ത് ചെയ്യണം, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, പ്രശ്നങ്ങൾ കടന്നു വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ശ്രദ്ധിക്കണം, മനസ്സിലായല്ലേ? അത് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, പരമാവധി പരിശ്രമിക്കണം, മനസ്സിലായല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചർച്ചയിൽ കൂടിയാണ് ഇന്ന് പരിഹരിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന്, ഞാൻ ഇത്ര വർഷങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നുപോയി, ആ കടന്നുപോയ ദിവസങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു, പക്ഷേ നമ്മളുടെ ഇടയിലേക്ക് പിശാച് കടന്നു വന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. എന്നിട്ട് നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് എങ്ങനെയാണ് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം, നിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെ നീ മാറ്റണം വരുത്തണം, ഈ രൂപത്തിലൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഒരു കുടുംബം ശിഥിലമായി കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ശിഥിലമായി കഴിഞ്ഞാൽ അത് ബാധിക്കുക നമ്മുടെ കുട്ടികളിലാണ്. നമ്മുടെ കുട്ടികളുടെ അടുത്ത തലമുറയാണത് ബാധിക്കുക. അടുത്ത തലമുറ എന്ന് മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിനത് ബാധിക്കും. മറ്റെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിന് ബാധിക്കുമ്പോൾ അത് മറ്റെല്ലാ രീതിയിലും ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായി തന്നെ നമ്മൾ ഓരോരുത്തരും കാണണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പൊതുജനങ്ങളോട് പറയുമ്പോൾ ഈ വിഷയങ്ങൾ കൂടുതൽ അവരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വരുന്നത്. അവരെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ശരി, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ഈ പ്രകൃതിപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയെ നമ്മുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, എല്ലാറ്റിൽ നിന്നും അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഇവിടെ വരുന്നത്, ലാ യഫ്റുഖു മുഅ്മിനും മുഅ്മിന, ഒരു മുഅ്മിനായ പുരുഷനും മുഅ്മിനായ സ്ത്രീ എന്ത് വെറുക്കരുത്. അതാണ് വിഷയം. ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരസ്പരം സ്ത്രീയും ചിന്തിക്കാം, വെറുക്കുന്നൊരവസ്ഥ തിരിച്ചുണ്ടാകാതിരിക്കുക. ഒരു മുഅ്മിനായ പുരുഷനും മുഅ്മിനത്തായ, ഞാനും നിങ്ങളും മുഅ്മിനും മുഅ്മിനത്തും ആണെങ്കിൽ അവരോടാണ് ഈ ചർച്ച. അതല്ലാത്ത ആളുകൾ, ഈമാനില്ലാത്ത ആളുകളോട് ചർച്ചയില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, ഏതെങ്കിലും ഒരു സ്വഭാവം അവളിൽ, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളിൽ നിന്ന് എന്തെങ്കിലും സ്വഭാവങ്ങൾ, വെറുക്കുന്ന സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ തൃപ്തിപ്പെടുന്ന ധാരാളം സ്വഭാവങ്ങൾ പലതും അവൾക്കുണ്ട്, മനസ്സിലല്ലേ? ആ സ്ത്രീ എന്നുള്ളത് എന്തല്ല, അത് എല്ലാ ദുർഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സ്ത്രീയല്ല, മറിച്ച് അവളിൽ ഉണ്ടാകുന്ന ഒരു ദുർഗുണമാണ്, ഒരു ദുസ്വഭാവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഷെയ്ഖ് അബ്ദുസ്സലാം ഷുവൈർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമാണ്, പണ്ഡിതന്മാർ പറഞ്ഞൊരു വിഷയം. ഒരു വീട്ടിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, തഗാഫുൽ, എന്താണ്, കണ്ടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷൻ ആരായിരിക്കണം, ഒരു കുറുക്കനായിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന അവസ്ഥയാണ് കുറുക്കന്മാർക്കുണ്ടായത്. മനസ്സിലായി? ആരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മോഷ്ടിച്ച് പോകുന്ന ഒരവസ്ഥയാണ് കുറുക്കന്മാർക്കുണ്ടായത്. ആ ഒരവസ്ഥ ആയിരിക്കുന്നുണ്ടാവണം പുരുഷന് വീട്ടിൽ കയറിക്കാനാൽ എന്തെങ്കിലും അവിടെ ഇവിടെയും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തർത്തീബുകൾ ആ വീട്ടിലുണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ശരി, എന്തെങ്കിലും ജോലി തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും, ഒഴിവാക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവളെ പോയി എന്ത് ചെയ്യണ്ട, അവളെ വഷളാക്കാൻ വേണ്ടി നിൽക്കണ്ട, അല്ലെങ്കിൽ കുടുംബത്തിന് മുന്നിൽ വഷളാക്കാൻ വേണ്ടി നിൽക്കുക. പലപ്പോഴും സ്ത്രീകൾക്കുണ്ടെന്ന ഏറ്റവും മാനസികാവസ്ഥയാണ് അവരുടെ ഉപ്പാനും ഉമ്മാനും മുന്നിൽ, അതുപോലെ തന്നെ മറ്റുള്ള അവസ്ഥകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇവിടെ ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവൾക്ക് എന്തെങ്കിലും മോശ സ്വഭാവം, നിങ്ങൾക്ക് വെറുക്കുന്ന എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ എന്താണ്, അവൾ തൃപ്തിപ്പെടുന്ന, നിങ്ങളെ തൃപ്തിപ്പെട്ട ധാരാളം സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരുന്നു, മറ്റ് സ്വഭാവങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നമ്മൾ ഒരു വിഷയം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള വിഷയം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്
നിക്കാഹിൻ്റെ ഖുത്ബകളിലാണ് പലപ്പോഴും പറയാറുള്ളത്. രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ ആളുകളാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കും, വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ ജീവിച്ച് വളർന്ന രണ്ട് കൂട്ടരാണ് ഒന്നിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിക്കുമ്പോൾ പല പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാകും. എനിക്ക് പറ്റാത്തത് അവൾക്കുണ്ടാകും, അവൾക്ക് പറ്റാത്തത് എനിക്കുണ്ടാകും. ഇത് വെറും നിക്കാഹിൻ്റെ ആ സമയത്ത് മാത്രം കേൾക്കാനുള്ളതാണ്. ജീവിതത്തിലുടനീളം ചിലപ്പോൾ എന്തുണ്ടാകും, ആ സ്വഭാവം മാറാതെ അവളിലുണ്ടാകും. അപ്പോൾ അത് അവളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അതിനെ തള്ളിക്കളയാനുള്ളൊരു മാനസികാവസ്ഥ ചിലപ്പോൾ നമുക്ക് ഭർത്താവിനുണ്ടാകണം, തിരിച്ച് ഭാര്യയ്ക്കും ഉണ്ടാകണം. ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് മാറ്റിക്കളയുക എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനൊരു തഗാഫുലോടുകൂടി അതിനെ കാണാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ ഒരു വിഷയം കടന്നു വന്ന ഒറ്റക്ക് ഒരൊറ്റ ജീവിതം, അതായത് ഒരു വീടായി താമസിക്കുന്ന ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർക്ക് പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ എന്താണ്, നമ്മൾ ഈ നാട്ടിലെങ്ങനെയാണെന്ന് അറിയില്ല, ഭാര്യ വീട്ടിലാണ് താമസം, ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസം. ഭാര്യ വീട്ടിലാണെങ്കിൽ അതുപോലെ നമ്മൾ ആ ഭാഗത്ത് മലബാർ ഭാഗത്ത് പലപ്പോഴും പലയിടത്തും ആ രൂപത്തിലാണ്. ഭാര്യ വീട്ടിലാണെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ മാറണം. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ ധാരാളം സഹിക്കേണ്ടി വരും, ധാരാളം കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു കുടുംബത്തിൽ തൗഹീദുള്ള വെറും ഒരു ഭർത്താവ് മാത്രമായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടുകാരെ തൗഹീദില്ലാത്ത ആളുകളായിരിക്കും. അപ്പം തൗഹീദില്ലാത്ത ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഞാൻ മുമ്പ് ജോലി ചെയ്ത പള്ളിയിൽ എനിക്ക് അറിയാം, ആ അവസ്ഥയിൽ 10-12 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു അവസ്ഥ ശരിക്കൊരു ഖുറാഫി കുടുംബത്തിലാണ് ആ ഭാര്യ കടന്നു വരുന്നത്. എല്ലാവിധ പ്രശ്നങ്ങളും അവിടെ സഹിക്കേണ്ടി വരാണ്. പക്ഷെ എന്നാലും ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ക്ഷമാശീലയുള്ള ഒരു സ്ത്രീയായത് മാറി എന്നുള്ളതാണ്. അതിൻ്റെ ഗുണം അവളിലുണ്ടായി. അത് എല്ലാ രൂപത്തിലും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും സ്വാധീനിക്കാൻ അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദഅവത്ത് ചെയ്യാനുള്ള ഇത്തരം സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സംഭവം അവസ്ഥ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ദഅവത്ത് ചെയ്യാനുള്ള അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി നിരന്തരം ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുക, ക്ഷമിക്കുക. ഏതുവരെ ഭർത്താവ് പുതിയ വീടെടുത്തോ അല്ലെങ്കിൽ വാടകയ്ക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയോ എത്തുന്നത് വരെ. ചിലപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചോളം ആ ഒരൊറ്റ മകനായിരിക്കും, കാലാകാലം അതേ വീട്ടിൽ തന്നെ താമസിക്കാനായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ടാവുക. അപ്പം എന്താണ്, അത് ക്ഷമിച്ചുകൊണ്ട്, ക്ഷമാശീല എന്നുള്ളത് ഒരു സ്ത്രീ ഉണ്ടാക്കിയെടുക്കേണ്ട, അവളിലുള്ള ഒരു സംഗതിയാണെങ്കിലും അതിൽ കൂടുതൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് ഇത്തരം സന്ദർഭങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഭർത്താവും ശ്രദ്ധിക്കേണ്ട വിഷയം. ഭർത്താവ് ഭാര്യയുടെ വിഷയത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അവളെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ ശകാരിക്കുവാനോ അവളെ സങ്കടപ്പെടുത്തുന്നൊരവസ്ഥയോ ഉണ്ടാകരുത് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, എന്തെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ് എൻ്റെ ഭാര്യ എനിക്ക് നിറവേറ്റി തരുന്നത്. എൻ്റെ എല്ലാ ആ സ്നേഹം കൊടുക്കുക എന്നിട്ട് വാങ്ങുക എന്നുള്ളതാണ്. സ്നേഹം കൊടുത്തു വാങ്ങേണ്ട ഒരു സംഗതി തന്നെയാണ്. നമ്മളെപ്പോഴും കൊടുക്കുക, നമ്മളെപ്പോഴും ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ അവരിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തുക, ഇതൊന്നും ഒരു മുഅ്മിന് പറ്റിയൊരു പണിയല്ല, മുഅ്മിന് ഉണ്ടാകേണ്ട സ്വഭാവമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അവസാനമായി ഈ ഒരു വിഷയം കൊണ്ട് പറഞ്ഞ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ട ഒരു സംഭവം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യമാരിൽ നിന്ന് ഭക്ഷണം, ഒരു അതിഥി വന്നപ്പോൾ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പം അത് തട്ടി ആ പാത്രം ഉടഞ്ഞുപോയ സംഭവം നമുക്കറിയാം. ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അതിഥികളുടെ മുന്നിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്തിട്ടില്ല, അതിനെ ശകാരിക്കുകയോ എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താണ് പറഞ്ഞത്, ആ പാത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ മാറ്റി അടുക്കി വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മാക്ക് ഗീറത്തുണ്ടായി, ഈർഷ്യമുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുമ്മ ദേഷ്യം പിടിച്ചു എന്നുള്ള സ്വഭാവത്തിൽ വളരെ സൗമ്യമായി നിങ്ങളുടെ ഉമ്മാക്ക് ഗീറത്തുണ്ടായി. ഈ വിഷയത്തിൽ ഗീറത്തിന് മറ്റു ഭാര്യമാരിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ്. അപ്പോൾ ഗീറത്തുണ്ടായി, അത് മാത്രമാണ് സംഭവിച്ചത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്വഭാവം, ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായ മാറ്റങ്ങൾ എത്രയായിരിക്കും.
എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവർത്തനം കൊണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു വിഷയമാണ് നമുക്ക് അത് ചില അനുഭവസ്ഥരായ ആളുകൾ പറയാറുള്ള ഒരു വിഷയങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. ഉദാഹരണത്തിന് നമുക്കിഷ്ടപ്പെടാത്ത ഒരു സംഗതി, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഭാര്യ വീട് അടക്കി വെക്കുന്ന സമയത്ത് ഉമ്മറത്ത് എന്ത് ചെയ്തു, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തനിക്ക് സമ്മാനമായി ലഭിച്ച എന്തെങ്കിലും ഉടഞ്ഞു പോകുന്ന എന്തെങ്കിലും സാധനങ്ങൾ ആ ഭാര്യ എന്ത് ചെയ്തു, അറിയാതെ എല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് വാതിലിന് തൊട്ട് മുന്നിൽ വെച്ചു. അങ്ങനെ ഭർത്താവ് പെട്ടെന്നാണ് വാതിലൊന്നും മുട്ടാതെ അങ്ങ് തുറന്നു, അതങ്ങ് പൊട്ടി ഉടഞ്ഞുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വീടുകളിൽ ഉണ്ടാകുന്ന സംഭവം എന്തായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം അത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദേഷ്യം എത്രമാത്രമായിരിക്കും? ദേഷ്യപ്പെട്ട എന്താ സംഭവിക്കുക? തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കൂ, എല്ലാ മനുഷ്യർക്ക് നോക്കി നടന്നോടെ, ഒന്ന് ഡോറിൽ മുട്ടിയിട്ടൊന്ന് വന്നോടെ, ഒരു മര്യാദ കാണിച്ചുകൂടെ അവളിൽ നിന്നുണ്ടാകും. പിന്നെന്താ ഉണ്ടാവുക? പൊട്ടിത്തെറി അല്ലേ? ഇനി നേരെ തിരിച്ചാണെങ്കിലോ, അങ്ങ് തുറന്നപ്പോഴെന്താണ് ഭർത്താവ് തന്നെ സമ്മതിക്കുകയാണ്, എന്ത് ഞാൻ ശരിയായത് ഉടഞ്ഞു പോയല്ലോ, ഖദ്ദറല്ലാഹു മാ ശാ ഫഅൽ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറഞ്ഞ് ഞാൻ കയറണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ പറയോ, അല്ല നിങ്ങളെ തെറ്റല്ല, ഇതെൻ്റെ തെറ്റ് തന്നെയാണ്, കാരണം ഞാനത് ഇവിടെ വെക്കാൻ പാടില്ലായിരുന്നു എന്ന് ഒരു ഭാര്യ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എത്രമാത്രം വർദ്ധിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചരിത്രത്തിൽ നിന്ന്, ഈ സംഭവത്തിൽ നമ്മൾ വായിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ കൊടുത്തും വാങ്ങിയും അതുപോലെ തന്നെ അവളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തും ഒക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്തൗസൂ ബിന്നിസാ ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിൽഇ വഇൻ അഅ്വജ ഷൈഉൻ ഫി ദിൽഇ അഅലാഹു ഫഇൻ ദഹബത് തുഖീമുഹു കസറതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്താണ്, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ വളരെ സൂക്ഷിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ നസീഹത്ത് കൊടുക്കുമ്പോഴും അവളെ നന്നാക്കിയെടുക്കുമ്പോഴും ഒക്കെ എന്താണ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം അവൾ സൃഷ്ടിക്കപ്പെട്ടത് ദിൽഇൽ നിന്നാണ്, എന്ന് പറഞ്ഞാൽ വാരിയിൽ നിന്നാണ്. എന്ന് പറയാം ഇന്ന അഅ്വജ ഷൈ ഫി ദിൽഇ അഅലാഹ്, അതിലേറ്റവും ഒരു വാരിയലിൽ ഏറ്റവും ഒടിഞ്ഞ ഭാഗം ഏതായിരിക്കും? വിചാരിച്ചുള്ള എവിടെയായിരിക്കും? ഏറ്റവും മുകൾ ഭാഗമാണ്. അത് നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ്. സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നെയാണ്. പിന്നെന്താണ്, അതിനങ്ങ് വെട്ടിയേച്ചാലോ ആ വളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത് അതേ അവസ്ഥയിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നസീഹത്തുകളും ഉപദേശങ്ങളും അതുപോലെ തന്നെ അവരെ നന്നാക്കാനും പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിക്മത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? കുടുംബജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. പല രീതിയിലും അസൂയയും അതുപോലെ തന്നെ സിഹറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ കുടുംബത്തിലുണ്ടാകാം. അവരുടെയൊക്കെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ കുൻതാക്കിനല്ലില്ല, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളായി നമ്മൾ മാറാന്നുള്ളതാണ്. മനസ്സിലായല്ലേ? എല്ലാ രൂപത്തിലും അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന ഒരു കുടുംബമായി നമുക്ക് മാറാൻ സാധിക്കണം. അതിന് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം, ഇൽമ് നേടണം. അതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ വിഷയത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിച്ചെടുക്കണം എന്നതാണ്. എന്നിട്ട് സ്വഹാബാക്കളും സലഫു സ്വാലിഹ്കളും അടങ്ങിയ മുൻ തലമുറ ഏതൊരു വിഷയത്തിലാണോ അവർ നന്നായത്, ആ ഖുർആനിലേക്കും ഹദീസുകളിലേക്കും യഥാർത്ഥ സ്വഹീഹായ ഹദീസുകളിലേക്കും നമ്മൾ മടങ്ങണം. അവരുടെ സ്വഭാവങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ യഥാർത്ഥ സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ചുകൊണ്ട് ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കണം. ആരാണ് കൂട്ടരെ ആഗ്രഹിക്കാത്ത ആളുകൾ അല്ലേ? ഇതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ എവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നറിയോ? ഒരു ഭാര്യ നഷ്ടപ്പെട്ടാൽ, മരണപ്പെട്ടാലാണ് അതിൻ്റെ പ്രയാസങ്ങൾ മുഴുവനും. അന്ന് നമ്മൾ തേങ്ങിയിട്ട് കാര്യമില്ല, അന്ന് നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തലാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം അതിനെ പേടിൽ ഖേദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കുടുംബബന്ധം ഭദ്രതയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? നേടിയെടുക്കുക. അതിൽ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാനുള്ള കാര്യങ്ങൾ
നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. 2 കാര്യങ്ങൾ കൂടി ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന് എന്താണ്? രഹസ്യങ്ങൾ, അത് പറയാൻ വിട്ടുപോയതാണ്. രഹസ്യങ്ങൾ, പരസ്പരം ഉള്ള രഹസ്യങ്ങൾ അത് പറയാതിരിക്കുക. ജനങ്ങളോടോ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഒന്നും പങ്കുവെക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു ഒരു വിഷയമാണ്. രഹസ്യങ്ങൾ, പരസ്പര രഹസ്യങ്ങൾ, കിടപ്പുറ രഹസ്യങ്ങളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്നും ഇത്തരം വിഷയങ്ങളൊന്നും പുറമേ ഒരു ലോകം അറിയുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലും അത് വളരെ ഗൗരവമായി തന്നെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ഒരു നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു വീട്, ഒരു ഇസ്ലാമിക വീടാക്കി നമ്മുടെ വീടുകളെ മാറ്റുക എന്നുള്ളതാണ്. പഠനം കൊണ്ടും അമല് കൊണ്ടും ദഅവത്ത് കൊണ്ടും ഒക്കെ, പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ തർബിയത്തുമൊക്കെ ഈ വിഷയത്തിൽ വളരെ ശക്തമായി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾക്കുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും വളരെയധികം ഖൈറുകൾ അത് മുഖേന ഉണ്ടാകും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് പരസ്പരം ഹദിയകൾ കൊടുക്കുക എന്നുള്ളതാണ്. പരസ്പരം ഹദിയകൾ, സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. നമ്മൾ ആകെ അതാണ് വിവാഹത്തിൻ്റെ ദിവസം ഒരു മഹർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, സ്വർണം കൊടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. സ്വർണം സ്ത്രീകൾ, സ്വാലിഹത്തായ സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കില്ല. കാരണം എന്താ അറിയാം, ഭർത്താവിന് അത്ര അമിതമായ ഭാരമാണ്. പക്ഷെ ഒന്നുമല്ല, എന്തെങ്കിലും ചെറിയൊരു സമയം, വില കുറഞ്ഞൊരു സംഗതിയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുമ്പോൾ, ആ കൈമാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഗിഫ്റ്റുകളല്ല കൈമാറപ്പെടുന്നത്, മറിച്ച് സ്നേഹമാണ്. അതാണ് ഹദിയ എന്ന് പറയുമ്പോൾ. ഹദിയ എന്ന് പറയുമ്പോൾ മഹബത്ത് ഉണ്ടാകാൻ, മവദ്ദത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം കൈമാറുന്നതിനാണ് എന്താ പറയുക, ഹദിയ എന്ന് പറയാം. അപ്പോൾ ഈ ഹദിയകൾ നമ്മൾ എന്ത് ചെയ്യുക, പരസ്പരം കൈമാറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈമാനികമായ ചുറ്റുപാട് നമ്മളെപ്പോഴും വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ഓതുന്ന ഒരു വീടാക്കി നമ്മുടെ വീടുകളെ മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ തജ്അലൂ ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ ഒരു മക്ബറകളാക്കി മാറ്റരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്താണ്, ഖുർആനിൻ്റെ അന്തരീക്ഷമുള്ള, ദിക്റിൻ്റെ അന്തരീക്ഷമുള്ള, അതുപോലെ തന്നെ ഇസ്ലാമികമായ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുള്ള ഒരു വീടാക്കി നമ്മുടെ വീട്ടുകൾ മാറ്റുക. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിൽ, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിലും അതല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ വിഷയത്തിലും ഒരു ഫിഖ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തഫഖുഹ് ഉണ്ടാക്കിയെടുക്കുക, ഇൽമ് നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ഈ ഹദീസുകളും ഖുർആൻ ആയത്തുകളും ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കിതൊക്കെ ഓർത്തെടുക്കാൻ പറ്റണം, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങൾക്കും സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഭാര്യയും മക്കളും അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാക്കി, ഒരു ഇസ്ലാമികമായ അന്തരീക്ഷമാക്കി നമ്മുടെ വീടുകളെ മാറ്റാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റ് രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ എല്ലാ രോഗങ്ങളും, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ദുആയാണ്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനെ കൈവിടരുത്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത്തരം പ്രാർത്ഥനകൾ റബ്ബന ഹബ്ലന അങ്ങനെ തുടങ്ങിയിട്ടുള്ള റബ്ബന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ എന്നുള്ള വിഷയത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള ദുആകളുമൊക്കെ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാത്തിലായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ നിന്ന് വെടിയാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്ന وما قرب إليها من قول وعمل ونعوذ بك من النار وما قرب إليها من قول وعمل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.